ഗാസയിലേക്കുള്ള സഹായങ്ങൾ ഇസ്രായേൽ തടഞ്ഞതിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. സത്യാവസ്ഥ വ്യക്തമാക്കാതെ പല മാധ്യമങ്ങളും ഇസ്രായേലിനെതിരെ വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. ഗാസയിൽ ദുരിതമനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമടക്കം വർഷങ്ങളായി ഇസ്രായേൽ ഭക്ഷണവും വസ്ത്രങ്ങളും മരുന്നുകളും നൽകിയിരുന്നു. എന്നാൽ ഹമാസ് ഈ സാധനങ്ങൾ മോഷ്ടിക്കുകയും ഗാസയിലെ ജനങ്ങൾക്ക് അത് ലഭിക്കാതെ വരികയും ചെയ്തതാണ് ഇസ്രായേലിനെ പുതിയ തീരുമാനമെടുക്കുവാൻ നിർബന്ധിതരാക്കിയത്. കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ US മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് മുന്നോട്ടുവച്ച താൽക്കാലിക വെടിനിർത്തൽ 50 ദിവസത്തേക്ക് നീട്ടുവാനുള്ള പദ്ധതി ഇസ്രായേൽ അംഗീകരിച്ചിട്ടുണ്ടെന്നും നെതന്യാഹു അറിയിച്ചു. എന്നാൽ തീവ്രവാദ സംഘടനയായ ഹമാസ് ഇത് അംഗീകരിച്ചിട്ടില്ല. ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി ബെഞ്ചമിൻ നെതന്യാഹുവും രംഗത്തെത്തിയിരുന്നു. ഹമാസിന്റെ നിലപാട് തികച്ചും അംഗീകരിക്കുവാൻ പറ്റാത്തതാണെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു.